എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് എല്ലാ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചധികാരത്തിൽ വരുമെന്നും മോദി പ്രധാനമന്ത്രി പദത്തിൽ തുടരും എന്ന സൂചനയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട കഴിഞ്ഞ പ്രാവശ്യം കേവലം 29 സീറ്റ് മാത്രം 131 സീറ്റാണ് ദക്ഷിണേന്ത്യയിലാകെ ഉള്ളത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകം, കേരളം, തമിഴ്നാട് ഈ 5 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന ദക്ഷിണേന്ത്യൻ ഭൂമികയിൽ 139 BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷേ 29 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും BJP മത്സരിക്കാനിറങ്ങിയത് NDA എന്ന രീതിയിൽ. തമിഴ്നാട്ടിൽ വലിയ ഒരു നമ്പർ പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് DMK നഷ്ടപ്പെട്ടു എങ്കിൽ പോലും മറ്റ് പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു വലിയ ഒരു പ്രതീക്ഷയാണ്. കേവലം 4 മുതൽ 5% വരെ വോട്ടുണ്ടായിരുന്നത് 2019 നിന്നും 24 എത്തി നിൽക്കുമ്പോൾ ഒരു 13-14% വോട്ടിലേക്ക് ഉള്ള വർധന തമിഴ്നാട്ടിൽ കാണുന്നു. അത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യുമ്പോൾ 2-3 സീറ്റ് എന്ന പ്രൊജക്ഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെ DMKയുടെ ഒരു തേരോട്ടം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായ സംസ്ഥാനം അത് ഒരുപക്ഷെ ഇവിടെയും തുടരുന്നു എന്ന് വേണേൽ കാണാം. കേരളത്തിലും BJPക്ക് ഒരുപക്ഷെ താമര വിരിക്കാനുള്ള അവസരം വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAക്ക് കേരളത്തിൽ PC തോമസിലൂടെ IFDP സ്ഥാനാർത്ഥി PC തോമസിലൂടെ മൂവാറ്റുപുഴ സീറ്റ് 2004 ലഭിച്ചതാണ്. പക്ഷേ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒന്നുകിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ 2 സീറ്റുകളും ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരളവും തമിഴ്നാടുമാണ് ഏറ്റവും അധികം പിന്നോട്ട് നിൽക്കുന്നത്, BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. എന്നാൽ അഭൂതപൂർവമായ നമ്പേഴ്സാണ് ആന്ധ്രാപ്രദേശിൽ കാണുന്നത്. ആന്ധ്രാപ്രദേശിൽ BJPയും തെലുങ്ക് ദേശം പാർട്ടിയുമായി ഉണ്ടായ കൂട്ടുകെട്ട് അവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആന്റി ഇൻകംബൻസിയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നു. ശ്രീ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടിയുടെ തേരോട്ടമായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്നാൽ YSR കോൺഗ്രസിന് കൃത്യമായ സീറ്റുകൾ ലഭിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു അവസരത്തിൽ ഏതാണ്ട് ഒരു സ്വീപ്പിലേക്ക് ആന്ധ്രാപ്രദേശ് നീങ്ങിയാൽ ഈ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ സൗത്ത് ഇന്ത്യയിൽ ലഭിക്കുന്നത് ഒരുപക്ഷെ BJP മത്സരിക്കുന്ന 5-6 സീറ്റിൽ മാത്രമാണ്. പക്ഷേ സഖ്യകക്ഷിയായ TDPയുടെ ചിറകിലേറി വർദ്ധിത വീര്യത്തോടുകൂടി ആന്ധ്രാപ്രദേശ് പിടിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളവും ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ നേട്ടമാണ്. കർണാടകത്തിൽ പൊതുവെ കണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ മധ്യേ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായ ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ കാണുന്ന സൂചന അനുസരിച്ച് നേട്ടമുണ്ടാക്കുന്നു എന്ന മട്ടിലാണ്. ഭൂരിപക്ഷം സീറ്റുകളും മഹാഭൂരിപക്ഷം സീറ്റുകളും 20-ലധികം സീറ്റുകൾ 28-ൽ 20-ലധികം സീറ്റുകളിൽ മുന്നോട്ട് പോകും എന്ന നിഗമനം ഒരുപക്ഷെ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. 26 സീറ്റുകൾ വരെ 26 സീറ്റുകൾ വരെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റുകൾ തന്നെയാണ്. 28-ൽ 1 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് ജനതാദളിനും പോയി കഴിഞ്ഞാൽ ബാക്കി 26 സീറ്റാണ് കഴിഞ്ഞ 2019 ഉണ്ടായിരുന്നത്. അപ്പൊ ആ തൽസ്ഥിതി തുടരുന്നു. അതുകൊണ്ട് കാര്യമായ നഷ്ടങ്ങളൊന്നും ദക്ഷിണേന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. ആന്ധ്രാപ്രദേശിലേത് നേട്ടമാണ്. തെലങ്കാനയിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 17 സീറ്റിൽ 4 സീറ്റ് എന്നത് ഒരുപക്ഷെ 6-7 സീറ്റായി ഉയർത്താൻ കഴിയും എന്ന നിലയിലാണ് എക്സിറ്റ് പോളിന്റെ സർവേ റിപ്പോർട്ടുകൾ. ഒരു കാര്യം കൂടി ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ്. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ നേടാനാവും എന്ന പ്രതീക്ഷയൊക്കെയാണ് ഇന്ത്യ. അതിലൊരു ചെറിയ കൗതുകം കൂടി ഉണ്ടായിരുന്നു. നാളെ വീണ്ടും കെജ്രിവാൾ ജയിലിലേക്ക് പോവുകയാണ്. അതെ. പക്ഷേ അദ്ദേഹം നിരാശനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വരുന്ന സൂചനകൾ ബംഗാളും അതുപോലെ ഡൽഹിയും BJPക്കൊപ്പം എന്നുള്ളതാണ്. കെജ്രിവാൾ വിഷയം സജീവമായി ഉന്നയിച്ചിട്ട് ഡൽഹിയിൽ പോലും അവർക്കൊരു ചലനം ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് മാത്രമല്ല ഒരു കൗതുകമുണ്ട്. ഇപ്പോൾ ഈ 200 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി എത്തില്ല എന്നാണ് എല്ലാ സർവേകളും ഒരേപോലെ പറയുന്നത്. അവിടെ നേരെ ആദ്യം സൂചിപ്പിച്ച പോലെ ശ്രീ മോഹൻ വർഗീസ് കോൺഗ്രസ് അവിടെയാണ് ഏറെ കൗതുകം. ഇത് പല സംസ്ഥാനങ്ങളും തമിഴ്നാടാണെങ്കിൽ DMKയുമായിട്ട് സഖ്യം ചേരുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന സഖ്യം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോറും ഇങ്ങനെ മാഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നു എന്ന് വേണം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനകൾ വെച്ച് വിലയിരുത്താൻ. അങ്ങനെ കൂടി വിലയിരുത്തണ്ടേ? കേരളത്തിൽ മാത്രം മുഖരക്ഷിക്കാൻ പറ്റുന്നു കോൺഗ്രസിന്. ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ലഭിക്കുന്ന
ഒരു ഡബിൾ ഡിജിറ്റ് സീറ്റുകൾ കേരളത്തിൽ ലഭിക്കും കോൺഗ്രസിന്. തമിഴ്നാട്ടിൽ 8 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തെലങ്കാന സംസ്ഥാനത്ത് ഒരുപക്ഷെ 7-8 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ്. അത് കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ, ഇപ്പം ആം ആദ്മി പാർട്ടിയുടെ ചിറകിലേറി ഡൽഹിയിൽ 7 സീറ്റിൽ 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. പക്ഷെ അവിടെ വലിയ പ്രതീക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റിലും BJP ജയിച്ചത് 50%-ലധികം വോട്ട് നേടിയാണ്. ഹരിയാനയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ 9 സീറ്റിലും ദേശീയ ജനാധിപത്യ സഖ്യം ജയിച്ചത് 50%-ലധികം, 50%+ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വലിയ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഹരിയാന, ഡൽഹി, പഞ്ചാബ്. ഈ പഞ്ചാബിൽ സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ നേരിട്ട് മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ഡൽഹിയുടെ സൂചനകൾ വരുമ്പോൾ അവിടെ 6 സീറ്റോളം BJPക്ക് ലഭിക്കുമെന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഏറ്റവും അധികം പ്രയോജനം ചെയ്യേണ്ട 2 സംസ്ഥാനങ്ങൾ ഡൽഹി സംസ്ഥാനവും ഹരിയാന സംസ്ഥാനവുമാണ്. അവിടെ ഡൽഹിയുടെ കാര്യം ഇപ്പോൾ വരുന്നു, ഹരിയാനയുടെ കാര്യം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ല. ഹരിയാന എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഹരിയാനയിൽ ഒരുപക്ഷെ കടുത്ത മത്സരമുണ്ട്, ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഹരിയാനയിലെ തന്നെ ഒരു പല ഫോർമേഷൻസും മാറി വരുന്നു. അപ്പൊ അത് നമുക്ക് പറയാനൊക്കില്ല. മൊത്തത്തിൽ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി വലിയ പ്രതീക്ഷ വെച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അധികം മുന്നോട്ട് പോകാനാവുന്നില്ല എന്ന ഒരു പ്രതീക്ഷയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചിരുന്ന 54-55 സീറ്റിൽ നിന്നും കുറെ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന നിഗമനങ്ങൾ. പക്ഷേ അത് വലിയൊരു വേവായിട്ട് കൺവേർട്ട് ചെയ്യാനോ ഇന്ത്യ മുന്നണിയെ ഭൂരിപക്ഷത്തിൽ എത്തിക്കാനോ അല്ല എങ്കിൽ ഈ ത്രഷോൾഡ് ഉമ്മറപ്പടി എന്ന് പറയുന്ന ഒരു 200 സീറ്റിലേക്കെങ്കിലും എത്തിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇപ്പോഴത്തെ നിഗമനങ്ങൾ അനുസരിച്ച് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം.